മതി മിനിഞ്ഞത് ദേവൂട്ടിയെ ഇപ്പൊക്കെ എവിടേക്ക് അങ്ങാണെങ്കിലും കുട്ടികളൊക്കെ ചുണ്ട് ചോപ്പിച്ച് തത്തമ്മ പോളാ പോളെ. ഞങ്ങൾ അങ്ങനെ തന്നെ പോവുള്ളൂ. ഞങ്ങളോട് ഇത് വാങ്ങാനാ പറഞ്ഞ ഫേസസ് കണ്ണാടന്റെ ലിപ്സ്റ്റിക് വാങ്ങാനല്ലേ പറഞ്ഞു. വാസുവേട്ടന്റെ കണ്ണാട അല്ലേ, ഇത് അച്ഛന്റെ കണ്ണാട. ഇതിനാണ് ഈ ചെവി കേൾക്കൂല. ഇനി എന്തെങ്കിലും വാങ്ങണമെങ്കിലേ അച്ഛൻ വാങ്ങണ്ട, അച്ഛൻ പൈസ തന്നാ മതി. പൈസ തരാൻ പറ്റില്ല, പെൺകുട്ടികളായി കഴിഞ്ഞാൽ കുറച്ച് അനുസരണ വേണം. അപ്പൊ എന്താ അവിടെ ഒച്ചപ്പാടുള്ള ഇവിടെ അയൽവാസിയൊക്കെ ജീവിച്ചൊന്നും വേണ്ടേ? എനിക്ക് ഇളകിയല്ലോ. എന്താ പുണ്യ രമണിയെ ഒരു ഇൻപുരി ചാവി എടുത്താ അപ്പുണ്ണിക്ക് അസ്മാരം ഇറക്കിക്കണം. അസ്മാരം എന്തിന്? അസ്മാരൊന്നും ഇല്ല അങ്ങോട്ട് ഇവിടെ. എന്താ പുണ്യ ഇവിടെ പ്രശ്നം? കുട്ടികളായാലേ കുറച്ച് അടക്കടക്കൊക്കെ വേണോ? അടക്കം വെക്കാൻ പോരിഞ്ചോള് ദേവിയെ ഒന്നിനൊപ്പം വിട്ടു ഞട്ട്. അതല്ല ദേവൂട്ടിയെ ചുണ്ടിലുള്ളൊരു സാധനം എന്താ ലിപ്സ്റ്റിക്. അത് വാങ്ങിയത് പഴച്ചു, ഏതോ വാങ്ങിയെന്ന് പറഞ്ഞിട്ടാ കച്ചറ. ഓള് ദേവുട്ടിയല്ലേ, മമ്മൂട്ടി ഒന്നും അല്ലല്ലോ. എന്നിട്ട് എവിടുന്ന് എടുത്തു? അവളേതോ ഒരു കടന്റെ പേര് പറഞ്ഞു. എന്താണ് പൽപ്പളക്ക്? പൈപ്പളക്ക്. അങ്ങനെ എന്തോ ആണത്. ദേവുട്ടിയെ ദേവുട്ടി ഒന്നുകൂടെ എന്നാ ഏതോ മേക്കപ്പ് സാധനം വാങ്ങണ കടന്റെ പേരെന്തായിരുന്നു? പർപ്പിൾക്ക് എന്നാ പറഞ്ഞിട്ടേ. എന്ത് പൽപ്പളക്കാണെങ്കിലും നോമ്പിന്റെ അടുത്ത് 1 രൂപ പൈസ ഇല്ല. ദേവുട്ടി ഇവിടെ വന്നാ അതിനൊരു കാര്യം ഞാൻ പറഞ്ഞു കൊണ്ടേക്കോ, താൻ വളർത്തിക്കോ. ഒക്കെ വേണ്ട അങ്ങനത്തെ സാധനത്തിന്. ആർക്ക് വേണ്ടതുണ്ട് ഞാൻ വളർത്തിക്കോ. ഏത് നേരം ഇങ്ങനെ തേക്ക. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് മേക്കപ്പ് വേണം. ഞങ്ങൾക്ക് ഏതായാലും ഇടാൻ കൂടിയിട്ടില്ല. അത് നിങ്ങൾ ആ ചങ്ങായിക്ക് പറഞ്ഞു കൊടുത്താളെ കോയക്കാ. ആ കാര്യം ഞാൻ ഏറ്റു. ഇജിപ്പോ മോൾട്ടിന്റെ ഒപ്പം പോയിക്കോ. ഓളിപ്പോ പർപ്പിൾക്ക് പോവാൻ നിൽക്കുന്നുണ്ട്. പൈസ ഞാൻ ഏറ്റു. ഇജ് പോയിക്കോ. ഉറുപ്പ് എന്റെ അടുത്ത് കിട്ടൂല കേട്ടോ കോയെ. അപ്പുണ്ണി ഇത് ഞമ്മളെ കാലല്ല. ഞാൻ പറഞ്ഞിക്കണു എല്ലാം. ഞാൻ ഏറ്റു. എന്താണ് ഇതെന്റെ കാല. അത് ശരി. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ പഴയ കാലല്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ കുറച്ച് മേക്കപ്പ് വേണമെന്നാ പറഞ്ഞത്. ഓള് പൊയ്ക്കോട്ടെ പൽപ്പളക്ക്. പർപ്പിൾ എന്നാണ് അതിന്റെ പേര്. എന്റെ തേങ്ങയാണെങ്കിലും ഞാൻ എന്റെ ചെമ്പട്ടിയിലെ ശരിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും നടക്കട്ടെ, എന്നാലേ വല്ലതും ഞണ്ണാൻ പറ്റുമോ? അതെ അതെ രമണിയെ അതാ വീട് മാറിയല്ലോ. വീട് വരിക, തന്റെ വീട് അവിടെ. ശരി. ഞാൻ രമണിയായിട്ട് പോകണ്ടോ? ഒന്നുമില്ല. ശങ്കള നമ്മളിപ്പോ ഉള്ളത് മുക്കത്തുള്ള പർപ്പിളാണ്. ഓണായതുകൊണ്ട് അടിപൊളി ഓഫറാട്ടോ ഇവരിട്ടിട്ടുള്ളത്. പർപ്പിൾ നിങ്ങൾ 2000 രൂപന്റെ മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് 499 രൂപയ്ക്ക് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഹെയർ ഡ്രയർ, എയർ ഫ്രയർ, ബോട്ടിന്റെ സ്മാർട്ട് വാച്ച്, ജ്യൂസി കെമിസ്ട്രിയുടെ ലക്ഷറി ഗിഫ്റ്റ് ബോക്സ്. 1500 രൂപ മുതൽ 8999 രൂപ വരെയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോണത്. ഇനി ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ 1500 രൂപയുടെ ഒരു ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് കിട്ടും. അതിനൊരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അത് മാത്രമല്ല പർപ്പിൾ നിങ്ങൾ 5000 രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപ വില വരുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കൂടാതെ 10000 രൂപക്കോ അതിന്റെ മുകളിലോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10000 രൂപ വില വരുന്ന ട്രോളി ബാഗ് ഫ്രീ ആയിട്ട് കിട്ടും. ഓണായതുകൊണ്ട് സെലക്ടഡ് പ്രോഡക്റ്റിന് 50% വരെ ഓഫറും ഉണ്ട്. ഈ ഓഫർ പർപ്പിളിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ഓഫർ നടക്കുന്നത് സെപ്റ്റംബർ 6 വരെ. അടിച്ചു കയറിക്കോളി നിങ്ങളെ തൊട്ടടുത്തുള്ള പർപ്പിൾക്ക്. അപ്പൊ ഈ ഓണത്തിന് നല്ലോണം ഒരുങ്ങാം പർപ്പിളിനൊപ്പം.